കോഴിക്കോട് കുറ്റ്യാടി തോട്ടിൽപ്പാലം കാവലുംപാറ ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം വേറിട്ടതായി. കഴിഞ്ഞ ദിവസമാണ് അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഇവിടെ നടന്നത്. ഇവിടെ നടന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയത്. വൈകിട്ട് താലപ്പൊലി ഘോഷയാത്ര, ഭജന, ആഴിപൂജ, തുടർന്ന് കനലാട്ടം എന്നിവ നടന്നു. അയ്യപ്പന്മാർ നടത്തിയ കനലാട്ടം ഭക്തരെ അത്ഭുതപ്പെടുത്തി. മണ്ഡലമാസത്തിൽ 41 ദിവസം ഇവിടെ അന്നദാനമുണ്ട്. എല്ലാ വർഷവും മണ്ഡലകാലത്ത് ഇവിടെ അയ്യപ്പൻ വിളക്ക് നടക്കാറുണ്ട്. അയ്യപ്പൻ വിളക്കിനെ കുറിച്ചാണ്. ഭക്തി നിർഭരമായ വ്രതശുദ്ധിയുടെ മണ്ഡലകാലം. ഈ കാലത്ത് എങ്ങും കേൾക്കുന്നത് സ്വാമിനാമങ്ങളാണ്, ശരണമന്ത്രങ്ങളാണ്. മാലയിട്ട് കറുപ്പുടുത്ത് ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടുന്ന ഓരോ അയ്യപ്പനും അയ്യപ്പന്റെ പ്രതിരൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രധാന സ്ഥാനം അയ്യപ്പൻ വിളക്കിനുണ്ട്. കലിയുഗവരദനായ സ്വാമി അയ്യപ്പന്റെ ജനനവും, പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും, പുലിപ്പാൽ തേടിയുള്ള യാത്രയും, വാപുരനുമായുള്ള ചങ്ങാത്തവും, മഹിഷിയുമായുള്ള യുദ്ധവും, ശബരിമലയിലേക്കുള്ള യാത്രയും ഒക്കെ ഈ പാട്ടിന്റെ ഈരടികളോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ആചാരകലയാണ് അയ്യപ്പൻ വിളക്ക്. ഭക്തി നിർഭരമായ വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്ത് നമുക്ക് എവിടെ തിരിഞ്ഞാലും സ്വാമി ശരണം എന്ന മന്ത്രങ്ങളാണ് കേൾക്കാൻ സാധിക്കുക. ശരിക്കും അയ്യപ്പൻ വിളക്കിനും അതിൻ്റെതായ ആചാര മഹിമയുണ്ട്. മണ്ഡലകാലത്തെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രധാന സ്ഥാനം അയ്യപ്പൻ വിളക്കിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അയ്യപ്പൻ വിളക്കിന് പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും അതിൽ തന്നെ കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക്, മുഴുവൻ വിളക്ക് ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. കാണിപ്പാട്ടിൽ അയ്യപ്പന്റെ കോമരം തുള്ളി വന്ന് കൽപ്പനകൾ നൽകുന്നു. ഈ ചടങ്ങിൽ അയ്യപ്പന് മാത്രമാണ് ചെറിയൊരു ക്ഷേത്രം പണിയുക. കാൽവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രമുണ്ട്. അരവിളക്കിന് അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങളും വാപുരനും ക്ഷേത്രം പണിയുന്നു. മറ്റുള്ളവർക്ക് സ്ഥാനം കണ്ട് പ്രതിഷ്ഠിക്കുന്നു. കാണിപ്പാട്ട്, കാൽവിളക്ക്, അരവിളക്ക് തുടങ്ങിയവ വീടുകളിൽ നടത്താവുന്നതാണ്. എന്നാൽ മുഴുവൻ വിളക്ക് എന്നത് ദേശവിളക്കായാണ് നടത്താറ്. ദേശവിളക്കിന് അയ്യപ്പൻ, ഭഗവതി, ഭൂതഗണങ്ങളായ കൊച്ചുകടുത്ത, കരിമല, വാപുരൻ എന്നിവർക്ക് ക്ഷേത്രങ്ങൾ പണിയുന്നു. കൂടാതെ അയ്യപ്പന്റെ ക്ഷേത്രത്തിന് മുൻപ് മണിമണ്ഡപവും ഗോപുരവും തീർക്കുന്നു. നാഗരാജാവിനും ഗണപതിക്കും സരസ്വതിക്കും പീഠാചാരമാണ്. വൈകുന്നേരം തുടങ്ങുന്ന അയ്യപ്പൻ വിളക്ക് പിറ്റേന്ന് പുലർച്ചെയോടെയാണ് അവസാനിക്കുക. അയ്യപ്പൻ വിളക്കെന്നാണ് പേരെങ്കിലും പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതും പുലർച്ചയ്ക്കുള്ള പൂജയും ഭഗവതിക്കാണ്. എല്ലാത്തിനും സാക്ഷിയായാണ് അയ്യപ്പൻ നിലകൊള്ളുന്നത്. വാഴപ്പോള, മുളയാണി, ഈർക്കലിയാണി, കുരുത്തോല, തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കലാകാരന്മാരുടെ വൈദഗ്ധ്യവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രങ്ങൾ പണിയുന്നത്. മുഴുവൻ വിളക്കിന്റെ തലേന്ന് പൂജയ്ക്ക് ശേഷം നാട്ടുകാർ ചേർന്നാണ് പന്തലിന്റെ കാൽ നാട്ടുക. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരാണ് അയ്യപ്പൻ വിളക്കിന്റെ ഏറ്റിലം. കൂടാതെ പാലക്കാട്, എറണാകുളം ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നുണ്ട് എങ്കിലും തനതായ പൂജയും പാട്ടുകളുമായി അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നത് തൃശൂർ ജില്ലയിലെ പ്രദേശങ്ങളിലാണ്. ഏകദേശം 20 പേരെങ്കിലും അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രം പണിയുന്നതിനും പാടുന്നതിനും അയ്യപ്പന്റെ മറ്റും വേഷങ്ങൾ കെട്ടി ആടുന്നതിനും ഒരു സംഘത്തിൽ വേണം. ഗണപതി, ഗുരു, പന്തൽ, സരസ്വതി തുടങ്ങിയവർക്ക് സ്തുതി പാടി അസുരനായ ശൂർപ്പകന്റെ ചരിത്രം പാടിയാണ് അയ്യപ്പൻ വിളക്കിലെ പാട്ട് ആരംഭിക്കുക. പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ, പാട്ട്, അയ്യപ്പനും വാവരുമായുള്ള വെട്ടുതടവ്, കണലാട്ടം, ഈ ചടങ്ങുകൾക്ക് ശേഷം ഗുരുതി പൂജയോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.